പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തന്റെ പ്രതികാരം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ദേവബാല. ഇതിന്റെ ഭാഗമായി ജോലി അഭിഷേകിന്റെ കളയിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അഭിഷേക് ദേവബാലയോട് കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. ഞാൻ ജോലി ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഇനി ജോലി ഉപേക്ഷിക്കുകയാണ് എങ്കിൽ പിന്നെ ഒരു ദിവസം പോലും നിങ്ങൾക്ക് ഈ വീട്ടിൽ താമസിക്കാൻ സാധിക്കുകയില്ല. അത് എൻ്റെ തീരുമാനമല്ല, കമ്പനിയുടേതാണ്. ഞാൻ അവരോട് പറയും എനിക്കിനി ഈ വീട് വേണ്ട എന്നുള്ള കാര്യം. അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിക്കോ. പിന്നെ അച്ഛനും മോൾക്കും എവിടേക്ക് പോകണം എന്ന് പോലും അറിയാതെ ഇരുന്ന് തെണ്ടേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇതോടെ ദേവബാലയുടെ വാശി കൂടിയിരിക്കുകയാണ്. അഭിഷേകിനെ കൊല്ലണമെന്നുള്ള വാശിയാണ് മനസ്സിലെങ്കിലും അത് പുറത്തു പറയാൻ സാധിക്കാതെ നിൽക്കുകയാണ് അവൾ. ഇനി എന്തു ചെയ്യും? ആ ഒരു ചോദ്യവും ബാക്കിയാകുന്നു. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് ദേവബാല പ്രതീക്ഷിച്ചതല്ല. ഇതെല്ലാം അഭിഷേക് ചെയ്യുന്നത് ആ ഇഷയെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ്. ആ കാര്യം ഒരിക്കലും സംഭവിക്കരുത്. അതിനു വേണ്ടി ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യും. എനിക്ക് അവളെ തോൽപ്പിക്കുക തന്നെ വേണം. അതെൻ്റെ വാശിയാണ്. അതിനു വേണ്ടി ഞാൻ ഇനി മുട്ടുമടക്കുകയില്ല. ഇത് കേട്ടതിനെ തുടർന്ന് ദേവരാജൻ, ദേവബാലയും അതുപോലെ തന്നെ അഭിഷേകും വാശിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ രണ്ടുപേരെയും എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ ഇടപെട്ട് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും? ആ ഒരു ചോദ്യമാണ് മുന്നിൽ ബാക്കിയാകുന്നത്. പക്ഷേ ഇതിനിടയിലാണ് തൻ്റെ അച്ഛനുമായുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഇഷ മുന്നിലേക്ക് വരുന്നത്. റാംമോഹന്റെ ബർത്ത്ഡേ ആണ്. അത് ഇപ്രാവശ്യം അതീവ ഗംഭീരമായി തന്നെ ആഘോഷിക്കണം. അച്ഛനുമായുള്ള പ്രശ്നങ്ങളൊന്നും ആ ആഘോഷത്തിന് തടസ്സമാകരുത്. ഇതിന്റെ ഭാഗമായി എല്ലാ ഒരുക്കങ്ങളും നടത്തി റാംമോഹന്റെ അടുത്തേക്ക് ഇഷ ചെല്ലുകയാണ്. പക്ഷേ റാംമോഹൻ, ഞാൻ എവിടേക്കുമില്ല. എന്തിനാണ് നീ എൻ്റെ റൂമിലേക്ക് വന്നത്? അച്ഛാ, എനിക്ക് ഇന്നച്ഛൻ്റെ ബർത്ത്ഡേ അല്ലേ, നമുക്ക് അത് ആഘോഷിക്കണം. ഇല്ല, എനിക്കൊരു ബർത്ത്ഡേയും ആഘോഷിക്കണമെന്നില്ല. ഞാനാകെ തകർന്നു കഴിഞ്ഞു. ഞാൻ നിന്നോട് പിണക്കമാണ്. പൊക്കോ. ഓഹോ, എൻ്റെ അച്ഛനെ എങ്ങനെ സന്തോഷിപ്പിക്കണം എന്നുള്ള കാര്യം എനിക്ക് നന്നായി അറിയാം. അത് മറ്റൊരാളും എന്നെ പഠിപ്പിച്ചു തരേണ്ട. അവിടേക്ക് താൻ കൊണ്ടുവന്ന സെലിബ്രേഷൻ തുടങ്ങുകയായി ഇഷ. ഇതേ തുടർന്ന് റാംമോഹനെ ഉന്തിത്തള്ളി കേക്ക് കട്ട് ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുകയാണ് ഇഷ. അച്ഛാ, നല്ലൊരു ദിവസമാണ്. നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. പക്ഷേ എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ, അതെല്ലാം എനിക്ക് വളരെയധികം സ്പെഷ്യലാണ്. അച്ഛൻ അതുകൊണ്ട് തന്നെ കേക്ക് കട്ട് ചെയ്തേ മതിയാകൂ. ആ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഇതോടെ റാംമോഹനും സന്തോഷമാകുന്നു. ഇഷയുടെ ഈ തിരിച്ചുവരവ് ഇഷ്ടപ്പെടുന്ന റാംമോഹൻ ഇതോടെ കേക്ക് കട്ട് ചെയ്യുന്നതിനുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് കേക്ക് കട്ട് ചെയ്യുകയും ചെയ്തതിനെ തുടർന്ന് ഇഷ അച്ഛനുമായുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. അച്ഛാ, അച്ഛനിങ്ങനെ വിഷമിക്കരുത്. എന്തിനും ഏതിനും ഞാനുണ്ട് അച്ഛൻ്റെ കൂടെ. അത് അച്ഛൻ മനസ്സിലാക്കണം. നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം വിട്ടുകളയണം. ഇതോടെ ഇഷയെ വീണ്ടും മനസ്സിലാക്കി തുടങ്ങുകയാണ് റാംമോഹൻ. മോളെ, അച്ഛൻ ഒരുപാട് നിന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്.
അതെല്ലാം നിന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അച്ഛനോട് ക്ഷമിക്കണം. ഇതിനിടയിലാണ് അവിടേക്ക് രാഹുൽ കയറി വരുന്നത്. റാംമോഹനും ഈഷയും ഒരുമിച്ച് സ്നേഹത്തോടെ നിൽക്കുന്നത് കാണുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ രാഹുലിനെ കാര്യങ്ങൾ കൈവിട്ടു പോയോ? സത്യങ്ങളെല്ലാം ഇനി പുറത്താകുമോ? എൻ്റെ കള്ളക്കളികൾ പുറത്തായാൽ എന്തു ചെയ്യും? മുതലായ ചോദ്യങ്ങൾ മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് റാംമോഹൻ രാഹുലിനെ വിളിക്കുകയും, ഇഷമോൾ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തതാണ്. എല്ലാവരും വളരെയധികം സന്തോഷത്തിൽ തന്നെയാണ് ഇന്ന് ഇവിടെയുള്ളത്. വരൂ രാഹുൽ, എൻ്റെ ബർത്ത്ഡേ ആഘോഷത്തിൽ പങ്കുചേരൂ. ഇതോടെ രാഹുൽ അവിടേക്ക് കടന്നു ചെല്ലുകയും കേക്ക് കഴിക്കുകയും ചെയ്യുന്നു. പക്ഷേ രാഹുലിൻ്റെ മനസ്സിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ? ഇഷയും അച്ഛനും തമ്മിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ആകുമോ? മുതലായ ചോദ്യങ്ങളാണ് കാര്യങ്ങൾ. ഇതേ തുടർന്ന് സീരിയസ് ആയി കാണണം എന്നുള്ള തീരുമാനം രാഹുൽ എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ്. പക്ഷേ ഇതിനിടയിലാണ് അഭിഷേക് സോഹനെ കണ്ട് പുതിയ തീരുമാനം എടുക്കുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.